പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. പിഴുതെറിയുവാനും തകിടം മറിക്കുവാനും ഇടിച്ചു തകർക്കുവാനും ശ്രമിച്ചതുപോലെ തന്നെ നട്ടുപളർത്തുവാനും പണിതുയർത്തുവാനും നിന്നെ ഞാൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ രീതിയിൽ തൻ്റെ ജീവിതം തകിടം മറഞ്ഞ അവസ്ഥയിൽ നിന്നും തകർക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും എന്തിനധികം ഒരു കള്ളുഷാപ്പിലെ ജീവിതം കൊണ്ട് ജോലി കൊണ്ട് ഉപജീവനം കഴിക്കുവാൻ വശമില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ തമ്പുരാൻ്റെ അഭിമുഖമായി നിൽക്കുവാനും തമ്പുരാനെ കണ്ടെത്തുവാനും ദൈവോന്മുഖമായ ഒരു ജീവിതം ആരംഭിച്ചപ്പോൾ റോളർ സ്കേറ്റിംഗ് എന്ന് പറയുന്ന സാധനം കണ്ടിട്ട് പോലും ഇല്ലാത്ത മനുഷ്യനെ കർത്താവ് അതിൻ്റെ ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ലെവലിൽ വരെ ഉയർത്തി എന്ന് മാത്രമല്ല, മ്യൂസിക് രംഗത്ത് യാതൊന്നും അറിയാത്ത ഒരാളെ മനോഹരമായി ഓർഗൻ വായിച്ച് പാട്ടുപാടുന്നവനും കർത്താവിൻ്റെ ശുശ്രൂഷയിലൂടെ അനേകരെ യേശുവിലേക്ക് ആനയിക്കുന്നവനുമാക്കി മാറ്റി. ഇപ്രകാരം ഉയർന്ന ഒരു വ്യക്തിയെ ശ്രവിക്കുവാനായി പാലായിലെ പുത്തമ്പള്ളി ഇടവക്കാരനായ ബെന്നിയുടെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. ദിവ്യകാരുണ്യനാഥന്റെ തലോടൽ ലഭിച്ച ജീവിതങ്ങളെ തേടിയുള്ള ഈ പ്രോഗ്രാമിന്റെ പ്രയാണം ഇന്ന് ചെല്ലുന്നത് പാലാ നഗരത്തോട് ചേർന്ന് താമസിക്കുന്ന കണ്ടത്തിൽ ബെന്നി എന്ന ശുശ്രൂഷകന്റെ ജീവിതത്തിലേക്കാണ്. അനേകം വ്യക്തികളിലേക്ക് കർത്താവിൻ്റെ സ്നേഹവും കരുണയും പങ്കുവയ്ക്കുവാൻ തീക്ഷ്ണതയോടെ സഞ്ചരിക്കുന്ന ഒരു ജീവിതം. മദ്യശാലയിലെ തൻ്റെ തൊഴിൽ വേണ്ടെന്ന് വയ്ക്കുകയും അവിടെ നിന്നും കർത്താവിൻ്റെ വയലിലെ വേല ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്ത ഒരു ജീവിതം. കേരളത്തിലെ അറിയപ്പെടുന്ന റോളർ സ്കേറ്റിംഗ് കോച്ചായ ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദിവ്യകാരുണ്യ സ്നേഹത്തെക്കുറിച്ച് നമ്മോട് പങ്കുവച്ചു. അനേകം ശുശ്രൂഷ കൂട്ടായ്മകളിലും ധ്യാനങ്ങളിലും ഗാന ശുശ്രൂഷ നയിച്ചും അനേക ആത്മാക്കളെ കർത്താവിനു വേണ്ടി നേടിയും ഈ ശുശ്രൂഷകൻ നമുക്ക് മാതൃകയാകുന്നു. നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. എൻ്റെ പേര് ബെന്നി ജോസഫ്. വീട് പാലായിലാണ്. പുത്തമ്പള്ളി ഇടവക ആണ്. ഞാൻ പാലാ സോണിൻ്റെ കീഴിൽ വിൻസെൻ്റ് മൂങ്ങാമംഗലച്ചൻ ഡയറക്ടറായിട്ടുള്ള സോണിൻ്റെ കീഴിൽ അച്ഛനോട് ചേർന്ന് വചനദീപ്തി ധ്യാനത്തിൽ സഹായിക്കുകയും ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ ചാപ്പലിൽ എല്ലാ മാസവും അവസാന ശനിയാഴ്ച നടക്കുന്ന രാത്രി ആരാധനയിൽ ഗാനശുശ്രൂഷയ്ക്കായിട്ട് സഹായിക്കുകയും ചെയ്തു പോരുന്നു. കുടുംബത്തിൽ അപ്പച്ചൻ മരിച്ചിട്ട് 8 കൊല്ലം കഴിഞ്ഞു. അമ്മച്ചിയുണ്ട്. പിന്നെ ഞാൻ ജീവിത പങ്കാളി, 2 മക്കൾ. മൂത്തയാളിപ്പോൾ +2 മോള് 9ാം ക്ലാസ്സിലോട്ട് പാലായിൽ സെൻറ്റ് തോമസിലും സെൻറ്റ് മേരീസിലുമായിട്ട് പഠിക്കുന്നു. നവീകരണ അനുഭവത്തിലോട്ട് വരാൻ ഉള്ള കാരണമായത് ഞാൻ പാലായിൽ ബ്രാൻഡ് കടയിലും ബാറിലുമായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ആ സമയത്ത് 97 വിവാഹം. തുടർന്ന് അമ്മായിപ്പിന് 2 കള്ള് ഷാപ്പായിരുന്നു മുണ്ടക്കയത്തിനടുത്ത്. അത് നടത്താൻ വേണ്ടി അവിടെ ഷാപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തുടർന്നതെല്ലാം പരാജയത്തിലേക്ക് കടന്നു വന്നു. അതിന് സങ്കീർത്തനം 119:71 ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങേ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചു. ഇങ്ങനെ ദുരിതത്തിലൂടെ ദൈവത്തെ കാണുവാനായിട്ടിടയായി. തികച്ചും എല്ലാ പ്രമാണങ്ങളുടെ ലംഘനങ്ങളിലൂടെയും പാപകരമായിട്ടുള്ള ജീവിതത്തിലൂടെയുമായിരുന്നു ജീവിതം നയിച്ചു പോന്നുകൊണ്ടിരുന്നത്. തുടർന്ന് ജീവിത പങ്കാളി ദീപികാരണ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചത് എനിക്ക് വലിയൊരു അനുഗ്രഹമായി. എൻ്റെ ജീവിതത്തിൽ 1 കൊരിന്ത്യർ 7:14 വചനം പറയുന്നത് പോലെ അവിശ്വസനായ ഭർത്താവ് ഭാര്യ മുഖേന വിശദീകരിക്കപ്പെടും. എൻ്റെ ജീവിത പങ്കാളിയുടെ ദീപികാരണ സന്നിധിയിലുള്ള പ്രാർത്ഥനയാണ് എന്നെ തീർച്ചയായിട്ടും ഈ ഒരു ധ്യാനം കൂടുവാനായിട്ട് 2005 ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാനായിട്ട് ഇടയാക്കിയ സാഹചര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയായി? തുടർന്ന് ഞാൻ നിന്നിരുന്ന ആ സ്ഥലത്ത് നിന്ന് എന്നെ കാണുവാനായിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ ആളുകൾ എന്നെ കാണുവാനായിട്ട് വരികയും ഞാനിപ്പം ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരവസ്ഥയിൽ 3 ദിവസം പഞ്ഞം കിടക്കുന്ന ഒരവസ്ഥയിൽ പലചരക്കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് അത് തിരികെ വെപ്പിച്ച അവസ്ഥയിൽ എൻ്റെ കുട്ടികളെ സ്കൂളിൽ 1 കൊല്ലം വിടുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആ സാഹചര്യത്തിൽ പാലായിൽ നിന്ന് വന്ന എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ വീണ്ടും തിരിച്ച് പാലായിലെത്തുകയും
അവിടെ വെച്ച് കൂടുതൽ കൂട്ടായ്മയിൽ പാലായിൽ വന്നതിന് ശേഷം പങ്കെടുക്കുകയും അവരോട് ചേർന്ന് ഇങ്ങനെ പ്രവർത്തിച്ച് കൂട്ടായ്മയിലൂടെയാണ് ഞാൻ കൂടുതൽ ദൈവത്തെ കാണുവാനും സങ്കീർത്തനം 34:8 വചനം പറയുന്ന പോലെ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയാനും ഇടയായത്. വാസ്തവത്തിൽ ഇപ്പോൾ ഈ സ്പോർട്സ് രംഗത്ത് ഇത്രമാത്രം ഉന്നതനായല്ലോ, ഇപ്പം അതിൻ്റെ ആരംഭം എന്ന് പറയാമോ, എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ 2007 റെജിമെൻ്റ് അവിടെ നിന്ന് ആ സമയത്ത് നിന്ന് തിരിച്ച് പാലായിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജീവിക്കാനായിട്ട് പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ അവസരത്തിലാണ് ഒരു സ്പോർട്സ് കോഴ്സിൻ്റെ കടയിൽ ഒരു വർഷക്കാലം ഞാൻ ജോലി ചെയ്തിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് റോളർ സ്കേറ്റിംഗ് പഠിപ്പിക്കാൻ വേണ്ടി പാലായിൽ. അപ്പോൾ ആ റോളർ സ്കേറ്റിംഗ് പാലാ ഭാഗത്ത് ഇല്ലായിരുന്നൊരു ഗെയിമായിരുന്നു. അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളവിടെ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിൽ അവിടെ ഇത് തുടങ്ങി. ഇപ്പോൾ വലിയ അഡ്വർടൈസ്മെൻ്റൊക്കെ ചെയ്താണ് തുടങ്ങിയതെങ്കിലും 4 കുട്ടികളെ അവിടെ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അവസരത്തിൽ ഇദ്ദേഹത്തിന് എറണാകുളത്തു നിന്ന് വന്നതാണ് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ 4 കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വരുന്നത് മുതലാകുകയില്ലാത്തത് കാരണം അദ്ദേഹം അത് വരവ് നിർത്തി. അപ്പോൾ പിന്നെ ഇത് എന്നോട് പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സ്കേറ്റിംഗ് അറിയാൻ പാടില്ലാത്ത ഞാൻ ഈ കുട്ടികളെ സ്കേറ്റിംഗ് പഠിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ തിയറിക്കലായിട്ടുള്ള ഇതിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ കർത്താവിൻ്റെ കൂടുതലായത് കാരണം, ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായത് കാരണം കർത്താവ് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാനൊരു നിമിത്തമായിട്ട് അവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പഠിപ്പിച്ചത് മുഴുവൻ കർത്താവാണ്. ഏത് കുട്ടി അവിടെ വന്നു കഴിഞ്ഞാലും ആ കുട്ടി 2 അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം സ്കേറ്റിൽ ഓടുന്ന ഒരവസ്ഥ അവിടെ സംജാതമായി. ഈ അവസരത്തിൽ ഇത് കണ്ടുകൊണ്ട് പാലായിലുള്ള 2 സ്കൂളുകളിൽ, പല സെൻറ്റ് വിൻസെൻ്റ് സ്കൂളിൽ നിന്ന്, ലേബർ ഇന്ത്യ സ്കൂളിൽ നിന്നും കുട്ടികളെ സ്കേറ്റിംഗ് പഠിപ്പിക്കണമെന്നും പറഞ്ഞ് അവിടെ വിളിച്ചു. അങ്ങനെ സ്കേറ്റിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്ത ഞാൻ തമ്പുരാൻ്റെ കൃപയാൽ ഒരു സ്കേറ്റിംഗ് അധ്യാപകനായിട്ട് മാറി. തുടർന്ന് കുട്ടികളെ 1 കൊല്ലം സ്കേറ്റിംഗ് അറിയാൻ പാടില്ലാതെ സ്കേറ്റിംഗ് പഠിപ്പിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. ഇദ്ദേഹം ഒരു സ്കേറ്റിംഗുകാരനായി. പുതിയ ജനറേഷനിലുള്ള കുട്ടികളായത് കാരണം അവർ പറഞ്ഞു, സാറ് കയറി കാണിക്കാൻ പറഞ്ഞപ്പോഴാണ് പ്രശ്നമായത്. വീണ്ടും ഞാൻ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. കാരണം ദൈവമാണ് ഇത്രയും വഴി നടത്തിയതും ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ടും തമ്പുരാനോട് വിട്ടുകൊടുത്തു. ഞാൻ പഠിപ്പിക്കുന്ന സാറ് പഠിക്കുന്നത് മറ്റുള്ളവർ കാണണ്ട എന്ന് കരുതി ആദ്യം വീടിനുള്ളിൽ ഇത് കയറി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആദ്യമായിട്ട് ജീവിത പങ്കാളി കയ്യെ പിടിച്ച് ഈ സ്കേറ്റിൻ്റെ മുകളിൽ കയറി നിന്നു. പക്ഷെ അവിടെ നിന്ന് ജീവിത പങ്കാളി കരം പിടിച്ചില്ല, കർത്താവാണ് കരം പിടിച്ച് നടത്തിയത്. തുടർന്ന് സ്കേറ്റിങ് കുട്ടികളുടെ കൂട്ടത്തിൽ ചെയ്യാനായിട്ടുള്ള കൃപ നൽകി ദൈവം അനുഗ്രഹിച്ചു. ആ സമയത്ത് അസോസിയേഷൻ്റെ ഒരു തീരുമാനമുണ്ടായി. മിനിമം ജില്ലയിലൊരു പ്രൈസ് വേണം കോച്ചുമാർക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ജില്ലാ അസോസിയേഷനിൽ എബോവ് 16 കാറ്റഗറിയിൽ 2009 ഞാനും കുട്ടികളുടെ കൂട്ടത്തിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ 3-ാം സ്ഥാനം എനിക്ക് കോട്ടയം ജില്ലയിൽ കിട്ടി. അപ്പോൾ 1ഉം 2ഉം സ്ഥാനക്കാർ വന്നില്ല എന്നുണ്ടെങ്കിൽ 3-ാം സ്ഥാനക്കാരന് സ്റ്റേറ്റിൽ പോകാനായിട്ടുള്ള സാധ്യതയുണ്ടായിരുന്നു. നമ്മൾ തമ്പുരാൻ്റെ കൂട്ടത്തിലായത് കാരണം തമ്പുരാൻ അത് ക്രമീകരിച്ചതാണ് സ്റ്റേറ്റിൽ പോയി മത്സരിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ സ്റ്റേറ്റിൽ പോയി സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ കിട്ടി. സ്റ്റേറ്റിലും തമ്പുരാൻ നിർത്തിയില്ല. സ്റ്റേറ്റിലും 1ഉം 2ഉം സ്ഥാനം കിട്ടാത്ത വ്യക്തികൾക്ക് നാഷണൽ പോകാം. അവിടെയും തേർഡ് വന്നിരുന്ന കോട്ടയം ജില്ല പ്രതിനിധീകരിച്ച് റോളർ ഹോക്കി എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഉണ്ട്. കാലയിൽ സ്കേറ്റ് വെച്ച് ഹോക്കി കളിക്കുമായിരുന്നു. അതിൽ കോട്ടയം ജില്ലയിലെ ഗോൾ കീപ്പറായിട്ടായിരുന്നു ഞാൻ അന്ന് ഇറങ്ങിയത്. അതിൽ 1ഉം 2ഉം സ്ഥാനക്കാർക്ക് പോകാനായിട്ട് അവസരം ഉണ്ടാകാതെ വന്നപ്പോഴത്തേക്ക് എനിക്കാണ് സെലക്ഷൻ കിട്ടിയത്. 2010 വിശാഖപട്ടണത്ത് നടന്ന നാഷണൽ മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് 98 പേര് പോയതിൽ ഒരാളായിട്ട് ദൈവം എന്നെയും ഉയർത്തി. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി പ്രകാരം കോട്ടയം ജില്ലയിൽ നാഷണൽ പാർട്ടിസിപ്പേഷനുള്ള ഏക കോച്ചായിട്ട് തമ്പുരാൻ എന്നെ ഉയർത്തുകയാണ് ഉണ്ടായത്. അത് ദൈവത്തോട് ചേർന്ന് നടന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു കൃപ ലഭിച്ചതെന്ന്. ഇപ്പം കോട്ടയം ജില്ലയിൽ ഞാൻ 9 സ്കൂളിലെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. ഏകദേശം 600-ന് മുകളിൽ കുട്ടികൾ ഒരു വർഷം എൻ്റെ കീഴിൽ റോളർ സ്കേറ്റിംഗ് വിദ്യാഭ്യാസം നടത്തി വരുന്നു.
ഓരോ കുട്ടികളെ സാഹസം നിറഞ്ഞ ഈ കായിക ഇനം പഠിപ്പിക്കുമ്പോഴും കരങ്ങളിൽ ജപമാലയേന്തി മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവിൻ്റെ കരുണയുടെ കരം അതൊന്നു മാത്രമാകുന്നു തൻ്റെ ബലമെന്ന് ഇദ്ദേഹം നമ്മോട് പങ്കുവച്ചു. ലോകത്തിൻ്റെ വഴിയിൽ നിന്നും വിട്ട് കർത്താവിൻ്റെ വഴി തിരഞ്ഞെടുത്തതുവഴി കാലിടറാതെ സ്വർഗീയ ആനന്ദത്തിൽ സഞ്ചരിക്കുവാൻ ദൈവം അനുവദിക്കുന്നു എന്ന് ഇദ്ദേഹം നമുക്ക് മുൻപിൽ പങ്കുവച്ചു. ഇതുപോലെ തന്നെയുള്ള ദൈവപരിപാലന ഇടപാടിൻ്റെ കാര്യങ്ങൾ ശുശ്രൂഷ മേഖലയിൽ എന്തെങ്കിലും പറയാനാണ്? തീർച്ചയായിട്ടും ശുശ്രൂഷ മേഖലയിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങളാണ് പറയാനുള്ളത്. പ്രത്യേകമായിട്ട് എനിക്കൊരു കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് കൈയടിച്ച് പാടിയിരുന്ന ഒരു വ്യക്തി ഞാനായിരുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് കിടങ്ങൂർ ഞങ്ങളൊരു കൂട്ടായ്മയിൽ അവിടെ ഉണ്ടായിരുന്നൊരു ജോൺ കൊല്ലറേട്ട് എന്ന് പറഞ്ഞൊരു കൗൺസിലിംഗ് ശുശ്രൂഷയൊക്കെ നടത്തുന്ന ഒരു ചേട്ടൻ ഒരു 10,000 രൂപ മുടക്കി ഒരു ഓർഗൺ വാങ്ങി തന്ന് ആണ് എൻ്റെ ആദ്യത്തെ ഓർഗൺ വായിച്ചുള്ള പാട്ട്. അന്ന് ഇതിൽ സി എസ് സി മൈനർ ഇങ്ങനെയുള്ള കോഡുകൾ റിതം ഒക്കെ ഉണ്ടെന്നുള്ളത് പോലും അറിയാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഈ റജി മുട്ടത്തലച്ചൻ തൃശ്ശൂർ പുറനാട്ടുകര എന്ന് പറഞ്ഞ പള്ളിയിൽ ഇടവക ധ്യാനത്തിനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ ഓർഗൺ മാത്രമേ ഉള്ളൂ, ഇതിൽ ഇങ്ങനെയൊക്കെ കോഡുണ്ടെന്നൊന്നും അറിയില്ല, ഫ്ലോപ്പ് ഇട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് ഞാൻ കൂടുതൽ പാടാം. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ അത് ഓർഗണുമായിട്ട് പോരെ, ബാക്കി തമ്പുരാനല്ലേ എല്ലാം ചെയ്യുന്നത്, നീ ഇങ്ങ് പോന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് തൃശ്ശൂർ പുറനാട്ടുകരയിൽ പോയി ഓർഗൺ വായിച്ച് പാടി. അന്ന് ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇടവക വികാരിച്ചൻ എന്നോട് പറഞ്ഞു, നീ ഓർഗൺ വായിക്കണ്ട, പാട്ട് പാടിയാൽ മതിയെന്ന് പറഞ്ഞു. തെറ്റിപ്പോയി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഓർഗൺ വായിച്ചുള്ള ശുശ്രൂഷയുടെ തുടക്കം. തുടർന്ന് വീണ്ടും പലായിൽ വന്ന് ധ്യാനം കൂടുകയും ഈ റെജിമുട്ടത്തലച്ചൻ്റെ കൂടെ തന്നെ അന്ന് ഡെയ്സൺ വർഗീസ് എന്ന് പറഞ്ഞൊരു ഓർഗനിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന് സിയും സി മൈനറുമിൻ്റെ കോഡും മറ്റു കാര്യങ്ങളൊക്കെ പരിചയപ്പെടുകയും അങ്ങനെയാണ് ഇപ്പോൾ ഈ പഠിച്ചു നിരവധിയായിട്ടുള്ള ദൈവം പഠിപ്പിച്ച ഇതിൽ മാത്രം ശുശ്രൂഷ ചെയ്യുന്നു, അല്ലാതെ ഇത് പഠിക്കുവാനും വേണ്ടി ഒരിടത്തും പോയിട്ടില്ല. ഇപ്പോൾ ഓർഗൻ നന്നായിട്ട് വായിക്കുമോ? ഇപ്പോൾ ഓർഗൻ നന്നായിട്ട് വായിച്ചു തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ കൃപയാൽ. വേറെ എന്തൊക്കെ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ? ശുശ്രൂഷ ഇപ്പം കോട്ടയം ജില്ലയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും അവിടുത്തെ ധ്യാനങ്ങളിൽ സഹായിക്കാൻ വേണ്ടി ശുശ്രൂഷയ്ക്ക് സഹായിക്കാനായിട്ട് പോകുന്നു. പസിസി ധ്യാന കേന്ദ്രത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. പല സോണിൻ്റെ കീഴിൽ ഡയറക്ടർ വിൻസൻ മൂങ്ങാമാക്കളച്ചൻ്റെ കൂടുതൽ വചനദീപ്തി ധ്യാനത്തിൽ ഇടവുകൾ തോറുമുള്ള എന്താ ഈ വചനദീപ്തി ധ്യാനം എന്ന് പറയുന്നത്? പല രൂപതയുടെ 169 ഇടവകളിൽ പല രൂപത നയിക്കുന്ന 5 ദിവസത്തെ ധ്യാനമാണ് വചനദീപ്തി ധ്യാനം എന്നുള്ള ഇതിൽ അറിയപ്പെടുന്നത്. അത് കാലത്തും വൈകിട്ടുമായിട്ട് 2 സെഷനായിട്ട്. എത്ര ടീമുണ്ടെന്ന്? ഒരു വൈദികനും ഒരു അൽമായനും ടോക്ക് ഉണ്ട്. അതിനോട് ചേർന്ന് ആരാധനയും 4 മണിക്ക് തുടങ്ങി 9 ആകുമ്പോഴത്തേക്ക് ശുശ്രൂഷ തീരും. കുർബാനയും. അല്ല, ഈ രൂപത മുഴുവൻ പാസ് ചെയ്യണ പല ടീമുണ്ടാകണ്ടേ? അത് ഞങ്ങൾ ഗ്രാൻഡ് മിഷൻ എന്ന് പറഞ്ഞൊരു ശുശ്രൂഷ ഈ അടുത്ത കാലത്ത് പല രൂപത 17 ടീമുകളിലായിട്ട് 2 വൈദികരും 3 സിസ്റ്റേഴ്സും ഒരു അൽമായനും കൂടിയുള്ള ഒരു ടീം അംഗങ്ങളായിട്ട് അങ്ങനെ ഗ്രാൻഡ് മിഷൻ എന്ന് പറഞ്ഞൊരു വലിയ ഒരു ശുശ്രൂഷ പല രൂപത 160 ഇടവകളിലായിട്ട് നടത്തിയായിരുന്നു. അതിലൊരു ഭാഗമാകാനായിട്ട് ദൈവം കൃപയാൽ എനിക്ക് സാധിച്ചത്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ വാസന വല്ലതും ഉണ്ട് അതിനകത്ത്? മോന് സ്റ്റേറ്റ് റോളർ സ്കേറ്റിങ്ങിൽ സ്റ്റേറ്റ് താരമാണ്. സ്റ്റേറ്റ് വരെ പോകാൻ വേണ്ടി സാധിച്ചു. മോള് അതിനോട് അത്ര താല്പര്യമില്ല, എന്നാലും സ്കേറ്റ് ചെയ്യും. പാടുകയൊക്കെ ചെയ്യുമോ? അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യും. കുടുംബ പ്രാർത്ഥനയുടെ ചൈതന്യം ഇദ്ദേഹത്തെ വഴി നടത്തുന്നു. കരങ്ങളിലേന്തിയ ജപമാല മണികൾ ഇദ്ദേഹത്തിന് കരുത്തിന്റെ താങ്ങുപടിയാകുന്നു. ഇതിനെ
സമയം എങ്ങനെ കണ്ടെത്തി? ഇത്ര സ്കൂളിൽ പഠിപ്പിക്കാൻ പോകണം, ഇതിന് അതിനൊക്കെ സമയം കണ്ടെത്തുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു ഇതാണ്. ചില ശുശ്രൂഷകൾക്കൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ ബുദ്ധിമുട്ടുണ്ടാകാറില്ലേ? അവിടെ ബുദ്ധിമുട്ട് അവധിയെടുക്കും. അത് അവിടെ വിളിച്ച് പറഞ്ഞ് അവധിയെടുത്ത് പോകാറുണ്ട്. പിന്നെ ജോസ് പുത്രകേൽ അച്ഛൻ്റെ കൂടുതൽ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാനായിട്ട് സഹായിക്കാനായിട്ട് പോകാറുണ്ട്. ഒപ്പം ഈ പേഴ്സണലായിട്ടുള്ള ലൈഫ് വളരുന്നതായിട്ട് പേഴ്സണൽ പ്രെയറും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ കീപ്പ് ചെയ്യുന്നത്? പലതിലും ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന കുറേ ആത്മായ ശുശ്രൂഷകർ. ഞങ്ങൾ ഒരുമിച്ച് ഓരോരുത്തരുടെ ഭവനങ്ങളിൽ ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും തന്നെ കൂട്ടായ്മകളിലൂടെയാണ് വളരുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ വ്യക്തികളുടെ വീട്ടിൽ കൂടി വചനം പങ്കുവെക്കുകയും ജപമാലയിലൂടെയും കർണക്കുന്തയിലൂടെയൊക്കെ പ്രാർത്ഥന ഓരോ ഭവനങ്ങളിൽ നടത്തി അവരോട് ചേർന്ന് വചനം പറയാനും പാടുവാനും ഒക്കെ ഞങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ട്. അല്ല, ഇതിനിടയിലേ സോണിൻ്റെ ഔദ്യോഗിക ടീമായ സർവീസ് ടീമിൻ്റെ തിരഞ്ഞെടുപ്പിലൊക്കെ വന്നപ്പോൾ അഡ്വൈസറി കൗൺസിൽ ആളായിട്ടവിടെ വന്നായിരുന്നല്ലോ, അതിന് മെമ്പറാണോ? തീർച്ചയായിട്ടും അഡ്വൈസറി കമ്മിറ്റിയിലും ഒരു മെമ്പറാകാൻ വേണ്ടിയുള്ള ദൈവാനുഗ്രഹം ദൈവകൃപയാലുണ്ടായി. ദൈവം ഉയർത്തിയതാണ്, ദൈവം തന്ന കൃപയാണ് ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത്. കൂട്ടായ്മയുടെ വിശുദ്ധിയും പരിപാവനതയും ഇവർക്ക് ശുശ്രൂഷ ജീവിതത്തിൽ വളരുവാൻ കരുത്തു നൽകുന്നു. കർത്താവിനായി അനേകം ആത്മാക്കളെ നേടുവാൻ ഇവർ ഒത്തുചേരുന്നു. ലോകം മുഴുവനും കർത്താവിൻ്റെ സുവിശേഷ ദീപം പകരുവാൻ ഇവർ പ്രാർത്ഥിക്കുന്നു. തങ്ങളായിരിക്കുന്ന ചെറിയ ഇടങ്ങളിലെല്ലാം ഈശോയെ പകർന്നു നൽകുവാൻ ഇവർ പ്രവർത്തിക്കുന്നു. കരിസ്മാറ്റിക് രംഗത്ത് ദൈവജനത്തിന് ഉണർവും അഭിഷേകവും നൽകുന്നത് ഗാനശുശ്രൂഷയാണ്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ബെന്നി കണ്ടത്തിൽ പങ്കെടുക്കാൻ ആരംഭിച്ച കാലം തൊട്ട് അദ്ദേഹമാണ് ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അല്ല, കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം ഒരു ഗാനശുശ്രൂഷനായത്. പല രൂപതയുടെ ഇടവക ധ്യാനങ്ങളിലും വിവിധ ധ്യാനകേന്ദ്രങ്ങളിലും എല്ലാം ഇന്ന് സജീവമായിട്ട് ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു, വലിയ അഭിഷേകത്തോടെ. പ്രത്യേകിച്ച് ഭരണങ്ങാനത്തുള്ള അൽഫോൻസ ഷ്രൈനിൽ രാത്രി ആരാധനയ്ക്ക് ഒക്കെ ഗാനശുശ്രൂഷ നയിച്ചുകൊണ്ട് നല്ല രീതിയിൽ ദൈവജനത്തെ ഉണർവിലേക്ക് അഭിഷേകത്തിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെന്നിയെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഞങ്ങളുടെ കൂട്ടായ്മയിൽ എന്നോടൊപ്പം ഒരുപാട് ഞങ്ങളുടെ ഭവന കൂട്ടായ്മകളിലും ഇടവക കൂട്ടായ്മകളിലൊക്കെ എന്നോടുകൂടെ ഒരുപാട് സഹായിക്കാനും വന്നിട്ടുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടെ, അതിലേറെ പ്രാർത്ഥനയുടെ നിറവിൽ, നല്ല ഒരുക്കത്തോടുകൂടെ ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവശുശ്രൂഷകനാണ്. ബേസിക്കലി ഞാനൊരു ബിസിനസ്മാൻ ആയിരുന്നു. നവീകരണ അനുഭവത്തിലേക്ക് വന്ന നാൾ തുടങ്ങി കൂട്ടായ്മയുടെ വലിയ അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു. ആത്മാവിൻ്റെ നയിക്കപ്പെടലിൽ ആകാം വ്യാപാര സ്ഥാപനത്തിൽ വരുന്ന വിവിധ തരത്തിലുള്ള വ്യക്തികളോട് ഈ അനുഭവം പങ്കുവയ്ക്കുകയും അങ്ങനെ ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുകയും ചെയ്തു. ഞങ്ങളത് ആബാ പ്രെയർ ഗ്രൂപ്പ് എന്നൊക്കെ നാമകരണം ചെയ്തിട്ടുണ്ട്. അതിലൂടെ പ്രത്യേകമായി ഓരോ പ്രതിവാരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കൃപയിൽ വളരാനും വ്യക്തിപരമായ ദൈവരാജ്യ അനുഭവത്തിൽ വ്യാപരിക്കുവാനും സാധിക്കുന്നുണ്ട്. കൂട്ടായ്മ ഞങ്ങൾക്ക് ശക്തിയാണ്, ബലമാണ്. സമൂഹത്തിലെ വിവിധ തരങ്ങളിലുള്ള വ്യക്തികൾ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട്. റബ്ബർ വെട്ടുകാർ, ഹെഡ് ലോഡ് വർക്കേഴ്സ്, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ബാങ്ക് പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, സാധാരണ കൂലിപ്പണിക്കാർ, ഇങ്ങനെ സമൂഹത്തിലെ വിവിധ തരങ്ങളിലുള്ള വ്യക്തികൾ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട്. ഓരോ ദിവസവും വാരത്തിലൊന്ന് ഞങ്ങൾ കൂടുമ്പോൾ അനുഭവിക്കുന്ന ആത്മാഭിഷേകവും സന്തോഷവും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് കൃപയിൽ വളരാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനും സാധിക്കുന്നു. സ്പോർട്സ് രംഗത്ത് ഉയർത്തിയതുപോലെ തന്നെ ശുശ്രൂഷ രംഗത്ത് ഉയർത്തി. എന്നാലും വ്യക്തിപരമായി ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ചില സംഭവങ്ങളുണ്ടാകുമല്ലോ നവീകരണത്തിൽ വന്നപ്പോൾ. പ്രത്യേകിച്ച് ഇപ്പോൾ മദ്യപാനം നിർത്താനും അല്ല കച്ചവടം നിർത്താനും അവിടെ വിട്ടുപോരാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമല്ലോ. അതൊന്ന് പങ്കുവയ്ക്കാമോ ഞങ്ങളുമായിട്ട്? തീർച്ചയായിട്ടും. മദ്യപാനത്തിൻ്റെ ഇത് പറഞ്ഞാൽ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ മദ്യത്തിലൂടെ കടന്നു വരുന്ന ഓരോരോ തിന്മയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അച്ഛൻ വളരെ ആധികാരികമായിട്ട് സംസാരിച്ചു. ഞാനന്ന് മദ്യത്തിൻ്റെ മേഖലയിലായിരുന്ന കാരണം
എനിക്കതിലൂടെ ഒരുപാട് അനുഭവങ്ങൾ, മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കാണുവാൻ വേണ്ടി തന്നെ ഇടയായി. ഉദാഹരണത്തിന് ഒരു ദിവസം ഒരു ഷാപ്പിൽ മദ്യപിക്കാനായിട്ട് ഒരു വ്യക്തി കുറേ കപ്പയുമായിട്ട്, അന്ന് ഷാപ്പിൽ കള്ളിൻ്റെ കൂടുതൽ കറിക്കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പ കൊണ്ടുവന്ന് അദ്ദേഹം ഒരു 10 കിലോ മുകളിൽ കപ്പ കൊണ്ടുവന്നിട്ട് അദ്ദേഹം മദ്യപിക്കുകയായിരുന്നു, കള്ളു കുടിക്കുകയായിരുന്നു. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മദ്യപിച്ചുകൊണ്ടിരുന്ന ആളുടെ ഭാര്യയും കുട്ടിയും വന്നു. ഇദ്ദേഹം വീട്ടിൽ നിന്ന് പറഞ്ഞത് ഈ കപ്പ വിറ്റ് ഞാൻ അരി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് ഈ കപ്പ പറിച്ചുകൊണ്ട് വന്നത്. പക്ഷെ അദ്ദേഹം ആ കപ്പ വിറ്റിട്ട് കള്ളു കുടിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ വന്നിട്ട് ഞങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കുകയും വളരെയേറെ ശാപം നിറഞ്ഞ വാക്കുകൾ പറഞ്ഞിട്ടാണ് പോയത്. വളരെ സങ്കടത്തോടുകൂടി കരഞ്ഞാണ് പോയത്. അതുകൊണ്ട് മദ്യപാനം ആ മേഖലയിൽ നിന്ന് ഒരു വിടുതൽ മറ്റുള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തിന്മയുടെ സ്വാധീനത്തിൽ കഴിയുന്നവർ എൻ്റെ ശുശ്രൂഷാ ജീവിതം കൊണ്ട് ഒരു മാറ്റം, ഒരു നന്മ, ദൈവത്തെ കാണുവാനായിട്ടുള്ളൊരു ഇട വരുത്തുവാനായിട്ട് ഞാൻ രുചിച്ചറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് കൊടുക്കണമെന്നുള്ള ചിന്ത വന്നു. ഒരു ചിന്ത എൻ്റെ അതേസമയം തന്നെ അത് ഉപേക്ഷിക്കാനും തോന്നി. തീർച്ചയായിട്ടും. അത് കാരണം ഇനി മേലിൽ മദ്യം തൊടുകയില്ല എന്ന് ഉള്ള തീരുമാനം എടുക്കാനായിട്ടും സാധിച്ചു. ഇപ്പം 10 വർഷമായിട്ട് മദ്യം പാടെ ഉപേക്ഷിച്ച്, മദ്യപാനത്തിൽ നിന്ന് കൂട്ടുകാരൊക്കെ മദ്യപിക്കുമെങ്കിലും അവരുടെയൊക്കെ കൂടുതൽ പോയി ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും മദ്യം ഇന്നല്ലെങ്കിൽ നാളെ അവരെ കൊണ്ട് കൂടി നിർത്തിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കാനും, കുടുംബത്തിൽ മദ്യം കഴിക്കുന്ന മൂലം ഉണ്ടാകുന്ന ആ ദുരിതത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടും എനിക്ക് സാധിക്കും. ഇങ്ങനെ സംസാരിച്ച് വല്ലവരെയും മോചിപ്പിച്ചായിട്ട് പറയാനൊക്കെ? തീർച്ചയായിട്ടും. ഞാനിങ്ങനെ 16 കൊല്ലം കൂടി ഞാൻ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ദൈവാനുഭവത്തെക്കുറിച്ച് സംസാരിച്ച് എൻ്റെ ഒരു കൂടുതലുള്ള ഒരു വ്യക്തി 16 വർഷം കൂടി കുമ്പസാരിക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി. അതെൻ്റെ ജീവിതത്തിലൊരു മറക്കാനാവാത്തൊരു വലിയൊരു അനുഭവമായിട്ട് ഞാനിപ്പോഴും അതിനെ കാണും. ബെന്നി കണ്ടത്തിൽ ഈ ഇടവകാംഗമാണ്. ഭാര്യയും 2 കുട്ടികളുമായിട്ട് സന്തോഷവാനായി കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ട ഒരു കുടുംബമാണ്. ബെന്നിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തിക്ത അനുഭവങ്ങളുള്ള ആളാണ്. ആ തിക്ത അനുഭവങ്ങളിലെല്ലാം ഈശോയുടെ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അത് ആസ്വദിച്ച് ഈശോ കാണിച്ചു തന്ന വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. സഭയോടൊത്ത് ചിന്തിച്ച് പ്രവർത്തിക്കുക മാത്രമല്ല, സഭയുടെ ഏത് കാര്യത്തിനും വേണ്ടിയിട്ട് എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ കൂടിയാണ്. രൂപതയിലെ വിവിധ ഗ്രൂപ്പുകളുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. നന്നായി പാടി ഇടവക സമൂഹത്തെ ആരാധനയിൽ പങ്കെടുപ്പിച്ച് ആത്മീയ ആനന്ദത്തിൽ എത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നല്ല ഒരു സംഘാടകൻ കൂടിയാണ്. ധ്യാനാവസരത്തിൽ, പ്രത്യേകിച്ച് ഗ്രാൻഡ് മിഷൻ്റെ സമയങ്ങളിൽ പല ദേവാലയങ്ങളിലും ധ്യാന ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതും അഭിമാനകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ദൈവപരിപാലനയ്ക്ക് എപ്പോഴും ഇങ്ങനെ കാണുന്ന നന്ദി പറയുന്നതനുസരിച്ച് പുതിയ പുതിയ അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ? അതൊരു വലിയ അനുഭവം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദിവ്യകാരുണ്യത്തിൽ എനിക്ക് ഭയങ്കര വലിയൊരു ആടപ്പെടൽ. കാരണം ഇനിയുള്ള ജീവിതം പരിശുദ്ധ കുർബാനയെ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മൾ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ദിവ്യകാരുണ്യ അനുഭവം ഞാൻ ഒരുപാട് ദിവ്യകാരുണ്യ സെന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും കർത്താവിനോട് ഇങ്ങനെ ആലോചന ചോദിക്കാനും ഒക്കെ ഒരുപാട് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ കള്ളാറ് പള്ളിയിൽ ഒരു ധ്യാനത്തിന് കോട്ടയം രൂപതയുടെ ജിബിൽ കുടുവേൽ എന്ന് പറഞ്ഞ അച്ഛൻ്റെ കൂട്ടത്തിൽ അവിടെ വാർഷിക ധ്യാനത്തിന് കടന്നു ചെന്നപ്പോഴത്തേക്ക് വിശ്വാസത്തിൻ്റെ ഒരു പാട്ട്, ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന പാട്ട് പാടിയതിന് ശേഷം സങ്കീർത്തിയിൽ വന്നിരുന്ന് ഞാൻ ആ ക്ലാസ്സിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സങ്കീർത്തിലൊരു ക്രൂശിത രൂപം തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ഞാനിങ്ങനെ വിശ്വാസത്തിൻ്റെ ഈ ക്ലാസ് ഈ വന്ന ഇടവക ജനത്തിന് ഒരു അനുഭവമായി തീരണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു തോന്നൽ, ഈശോയോട് ഒരു 2 തുള്ളി രക്തം ആ ക്രൂശിത രൂപത്തിൽ നിന്ന് ഒന്ന് താഴോട്ട് ഒഴുകുകയാണെങ്കിൽ വിശ്വാസത്തിൽ കൂടുതൽ എനിക്കും ഒന്ന് ആഴപ്പെടാം, എനിക്ക് ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും ചെയ്യാം, കൂടുതൽ ആളുകളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ളൊരു ഇത്. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ആ സമയത്ത് ഈശോയെ നീ 2 തുള്ളി രക്തം ഒഴുകണേ. അപ്പോൾ ഞാൻ 2 മിനിറ്റ് കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. കണ്ണ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഈശോ അതുപോലെ തന്നെ ഉണ്ട്, രക്തമൊന്നും ഒഴുകിയില്ല.
വീണ്ടും ഞാൻ കണ്ണടച്ച് ഞാൻ പറഞ്ഞു ഒരു ചാൻസ് കൂടെ ഒന്നുകൂടെ എന്നെ വിശ്വാസത്തിലാക്കി അടുത്തപ്പെടാൻ വേണ്ടി ഒരു തവണയും കൂടെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരു കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നോക്കിയപ്പോൾ ക്രൂശ് രൂപത അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം, ഇനി ക്രൂശ് രൂപത്തിലൂടെ ഒഴുകി താഴോട്ട് പോയെങ്കിലോ എന്ന് കരുതി ഞാനിങ്ങനെ താഴോട്ട് നോക്കിയപ്പോഴത്തേക്ക് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ആ ക്രൂശ് രൂപത്തിന് നേരെ ചൂട്ടിലായിട്ട് ഒരു ദിവ്യകാരുണ്യം കിടക്കുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാൻ പാടില്ല, ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് വാവിട്ട് നിലവിളിക്കുന്ന ഒരവസ്ഥ. കാരണം ഞാൻ 2 തുള്ളി രക്തം ഒഴുക്കാനായി ഈശോട് വളരെ ഇതായിട്ട് താഴ്മയോടെ ചോദിച്ചൊരു കാര്യമാണ്. ഇത് ഈശോ തന്നെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ. ജോയി ചെഞ്ചേരിയച്ചൻ്റെ ഒരു കവിതയ്ക്കകത്ത് അച്ഛൻ ഒരു 2 വരികൾ എഴുതിയിട്ടുണ്ട്. ഒരു ചെറുകാറ്റിൽ പറന്നു പോകാം ഈ ഗോതമ്പപ്പത്തുണ്ടിൽ, പല കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചവനുണ്ടെന്ന നേരിൽ നനയുക എന്ന്. അപ്പോൾ ഒരു കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചവനാണ് എൻ്റെ മുന്നിൽ ആ തിരുവോസ്തിയായിട്ട് കിടക്കുന്നതെന്നുള്ള ആ ഒരു ബോധ്യം ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് മുട്ടുകൂത്തി നിന്ന് ശക്തമായിട്ട് കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാനത് സമയത്ത് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്ന ആ ഒരു വലിയ സന്തോഷത്തിൽ ഞാൻ മറ്റാരും ഉണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കാതെ ആ ദിവ്യകാരുണ്യം എടുത്ത് ഞാൻ ഭക്ഷിക്കുകയാണ് ചെയ്തത്. അതൊരു വലിയൊരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് എന്നെ കൂടുതൽ ദൈവത്തിലോട്ട് ആടപ്പെടാനായിട്ടുള്ളൊരു വലിയൊരു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടക്കടയിൽ അല്ലെങ്കിൽ ഒരു കള്ള് ഷാപ്പിൽ അല്ലേ, അവിടെ നിന്ന് സാമ്പത്തിക തകർച്ചയുടെയും മറ്റെല്ലാ രീതിയിലുള്ള ജീവിതത്തിലെ തകർച്ചയുടെ വക്കിൽ നിന്നപ്പോഴേ തമ്പുരാൻ വഴിയരികിൽ ചിന്ന ഭിന്നമായി കിടന്നിരുന്ന മനുഷ്യന്മാരെ വിരുന്നിന് ക്ഷണിച്ചതുപോലെ വിളിച്ച് വിവാഹ വസ്ത്രം തന്ന് ഇപ്പോൾ കർത്താവിൻ്റെ വിരുന്നിൽ ശുശ്രൂഷകനാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ അനുഭവം വളരെയധികം പേർക്ക് തൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് കർത്താവിന് ഇടപെട്ടുകൂടാ എന്ന് ചിന്തിക്കുവാനും, സ്വയമേവ ഉള്ള സ്വാഭാവികമായി ഇല്ലാതിരുന്ന കഴിവുകളാണ് ഈ 2 കഴിവുകളും. തീർച്ചയായിട്ടും അത് 2 തരാൻ സാധിച്ച കർത്താവ് എന്തുകൊണ്ട് എനിക്കും തന്നുകൂടാന്ന് ചിന്തിക്കാൻ പലർക്കും ഇടയാക്കും. തീർച്ചയായിട്ടും ഈ ദൈവാനുഭവത്തിൻ്റെ ഈ ജീവിതശൈലിയിലെ പങ്കുവയ്ക്കൽ നിത്യജീവൻ്റെ പാതയിലെ പ്രേക്ഷകർക്ക് ഏറെ സഹായകമായിട്ടുണ്ട്. ഷാലാൻ ടോമിയോട് സഹകരിച്ചതിന് ഏറെ നന്ദി. തോബിത്ത് 12:6. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മകളെ പ്രതി സകല ജീവിതങ്ങളുടെയും മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവാൻ അമാന്തമരുത്. അതെ, കർത്താവ് വഴി നടത്തിയ വഴികളെ ഓർത്ത് ഇദ്ദേഹം സ്തുതിഗീതം പാടുന്നു. കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോഴുള്ള ആനന്ദം എത്രയോ സുന്ദരമെന്ന് ഇദ്ദേഹം സാക്ഷ്യം നൽകുന്നു. അവിടുന്ന് കരം പിടിച്ചു നയിക്കുന്ന ജീവിതങ്ങൾ, അവിടുത്തോട് പുലർത്തുന്ന വിശ്വസ്തത എത്രയോ മാതൃകാപരമാകുന്നു. ദൈവരാജ്യ വയലിലെ തളരാത്ത വേലക്കാർക്ക് പ്രണാമം. ലോകമെങ്ങും കർത്താവിൻ്റെ സ്നേഹം നിറയപ്പെടട്ടെ. ആത്മാക്കൾ ദിവ്യനാഥൻ്റെ തിരുസ്നേഹം നുകരട്ടെ. കർത്താവാണ് ദൈവമെന്ന് ഏവരും ഏറ്റുപറയട്ടെ. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ